നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനരെ, മലയാളികളോട്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോട്, സമുദായം നിങ്ങളുടെ കയ്യിൽ ഒരു അധികാരപത്രമുണ്ട്. ആ അധികാരപത്രം എന്ന് പറയുന്നത് വോട്ടാണ്. എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്ക് പ്രത്യേകിച്ച്. ആ വോട്ട് നിങ്ങൾ വിനിയോഗിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാം. പക്ഷെ അത് ഒരിക്കലും തീവ്രവാദം പാടില്ല, ഭീകരവാദം പാടില്ല, വർഗീയതം പാടില്ല. ശാന്തമായ രീതിയിൽ, ഗാന്ധി മാർഗത്തിലൂടെ, അഹിംസ രീതിയിലൂടെ. ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് CPM മനസ്സിലാക്കി മുസ്ലിം സമുദായത്തെ പിണക്കിക്കൊണ്ട് കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് CPM മനസ്സിലാക്കി. പിണറായി മനസ്സിലാക്കി. പിണറായി അതിന് രാജിവെക്കാൻ പോകണം. കാരണം പിണറായിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചാണ്. അത് ഞങ്ങൾക്കൊരു പങ്കുണ്ട്. ആ പങ്കെന്താ അറിയുമോ? കേരളത്തിൽ 40% വരുന്ന മുസ്ലിങ്ങളുടെ സപ്പോർട്ടില്ലാതെ LDFനും UDFനും ഭരിക്കാൻ പറ്റില്ല. പക്ഷേ ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിപ്പിച്ച് തദ്വാര UDF നശിപ്പിക്കുക. അങ്ങനെ UDF നശിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഭരണത്തിൽ കയറുന്ന LDF നശിക്കുകയും ചെയ്യും. ഒന്ന് നശിപ്പിക്കുന്നു, ഒന്ന് നശിക്കുന്നു. അപ്പോൾ BJPക്ക് ഏകപക്ഷമായിട്ട് BJPക്ക് ഭരിക്കാം. അത് അവരെ സംബന്ധിച്ച് കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ രീതിയാണ്, അവരുടെ പോളിസിയാണ്. അധികാരത്തിൽ ഏത് മാർഗം സ്വീകരിക്കും, അതൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ മാത്രമേ പറ്റുമല്ലോ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ മുസ്ലിം സമുദായത്തിൻ്റെ വക്താവല്ല, അവരുടെ മാനസികാവസ്ഥയും ചിന്താഗതിയും പറഞ്ഞതാണ്. മുസ്ലിം സമുദായം ബ്ലോക്ക് UDF വോട്ട് ചെയ്ത് LDF നിലനിർത്തും. LDF നിലനിൽക്കണമെങ്കിൽ UDF അധികാരത്തിൽ കയറണം. UDF അധികാരത്തിൽ കയറുന്നതോടെ UDF നശിക്കില്ല, LDF നിലനിൽക്കുകയും ചെയ്യും. UDF അധികാരത്തിൽ കയറിയില്ലെങ്കിൽ LDF അധികാരത്തിൽ വരികയും ചെയ്താൽ UDF നശിക്കുകയും ചെയ്യും. LDF അല്ലെങ്കിൽ UDF നശിപ്പിക്കുകയും UDFനെ നശിപ്പിക്കുകയും LDF നശിക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ നമ്മൾ 3% വെച്ചു. 3% പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നിരീശ്വരവാദികളെ മുസ്ലിം നാമധാരികളാണ്. പണ്ടവർക്ക് 12% വോട്ട് കൊടുത്തുകൊണ്ടിരുന്നാണ് മുസ്ലിങ്ങൾ. ആ 12%, 10%, 2% കൂടാൻ കാരണം അത് UDFന് എന്തിനും മുസ്ലിം ലീഗിൻ്റെയും UDFനും കുഴപ്പമാണ്. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ കളിക്കാണ്ടില്ലേ, അത് പറയാം. അതേ പിന്നീട് പറയാം. എന്താണെന്ന് വെച്ചാൽ അറബിക് സർവകലാശാല സച്ചാർ കമ്മിറ്റി നിർദ്ദേശിക്കുകയും പള്ളി മമ്മൂട്ടി അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുകയും ചെയ്തതാണ്. അത് ഈ ഭരണം അവരുടെ കയ്യിൽ നിന്ന് പോയി UDF ഭരണം കിട്ടി. UDFിനും ഭരണം കിട്ടിയപ്പോൾ ഈ നെറികെട്ട് എന്ന് തന്നെ പറയണം. UDF നേതാക്കൾ കുഞ്ഞാക്ക് ഉൾപ്പെടെ ദീർഘവിഷയത്തെ മണ്ടന്മാർ. അതുകൊണ്ട് 10 വർഷം ഭരണം പോയില്ലേ. CPMൻ്റെ ആ ധിക്കാരും അഹങ്കാരവും ധാർഷ്ട്യവും കാണേണ്ടി വന്നില്ലേ മലയാളികൾ. അത് കുഞ്ഞാക്കയും ഈ കോൺഗ്രസ് UDF നേതാക്കളെ ഒറ്റക്കാരല്ലേ. എങ്ങനെ കാരണം? 10,000 പേര് പോലും സംസാരിക്കാത്തൊരു ഭാഷയാണ് കേരളത്തിൽ സംസ്കൃതം. പക്ഷെ അതൊരു സൂണിവേഴ്സിറ്റായി. ഒരു തെറ്റുമില്ല. അത് ഞങ്ങൾ അന്നും ഇന്നും പറഞ്ഞു. ആ സംസ്കൃതത്തിന് വേണ്ടി സർവകലാശാല കേരളത്തിൽ തുടങ്ങിയാൽ യാതൊരു തെറ്റുമില്ല, നല്ലതാണ്. ഏത് ഭാഷ ആരും പഠിക്കും നല്ലതാണ്. പക്ഷേ അത് കർണാർ ഉൾപ്പെടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ബഷീർ ഉൾപ്പെടെ കുഞ്ഞാക്ക് ഉൾപ്പെടെ എന്തൊരു കൊട്ടിക്കോഷ നടത്തിയത്. സന്തോഷമുള്ളൂ, തെറ്റുമില്ല. അത് CH മൂവായ മുഖ്യമന്ത്രി ആയപ്പോഴാണ് അന്ന് ശ്രീധരൻ നായർ പറഞ്ഞ ശ്രീധരൻപിള്ള പറഞ്ഞത് ആ അമ്പലത്തിന് അവധിയാക്കിയത് അദ്ദേഹമാണ്. അപ്പോൾ മുസ്ലിം ലീഗ് സമുദായത്തേക്കാൾ കൂടുതൽ അന്യ സമുദായത്തിന് സഹായിക്കുന്നു. കാരണം മതേതരത്വം തെളിയിക്കാനും സ്വയം നിലനിൽപ്പിനും ആയിക്കോട്ടെ, അത് പറ്റിയ നല്ലതാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ 10,000 പേര് പോലും സംസാരിക്കാത്തൊരു ഭാഷയ്ക്ക് അത് സംസ്കൃത സർവകലാശാല തുടങ്ങി. അത് മെയിൻ കാരണം ലീഗാണ്. കോൺഗ്രസ് കൂടിയുണ്ട്, അതിൽ തെറ്റും വരുന്നില്ല. നിങ്ങൾ വെറുതെ നിഷ്പക്ഷമായി ചിന്തിക്കണം, വെറുതെ വർഗീയ പറയരുത്. പക്ഷേ 200 കോടിയോളം ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് അറബി. 200 കോടിയോളം ജനസംഖ്യയാണ് മുസ്ലിങ്ങൾ ലോകത്ത്. ആകെ 800 കോടിയുള്ളൂ. 250 കോടിയാണ് ക്രിസ്ത്യൻസ് ഉള്ളൂ. ഇപ്പോൾ ഇത് 230 കുറഞ്ഞത്.
ബാക്കി 10-20 കോടി വ്യത്യാസമുള്ളൂ ക്രിസ്ത്യൻസും മുസ്ലിം തമ്മിൽ ഈ ലോകത്ത്. പണ്ടെങ്കിലും നിലയില്ല, അത് മുസ്ലിം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ചരിത്രപരമായി ഞാൻ പറയുന്നില്ല. അപ്പോൾ 200 കോടിയോളം മുസ്ലിങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ് അറബി. അതിന് സർവകലാശാല ഈ മണ്ടന്മാരെ UDF നേതാക്കളും കുഞ്ഞാക്കയും ചെയ്തില്ലെന്ന് മാത്രമല്ല, മുസ്ലിം സമുദായത്തെ കളിയാക്കി. പ്രത്യേകിച്ച് മലബാർ മുസ്ലിങ്ങളെ. മലബാർ മുസ്ലിം അത്ര മണ്ടന്മാരാണ്. ഓൻ്റെ ഭാഷ ഈൻ്റെ ഭാഷയൊക്കെ നിങ്ങൾ പറയുന്നത്, അത് ഓൻ്റെ ഭാഷയാണ്. നയനാർ സംസാരിക്കും ഓൻ്റെ ഭാഷയാണ്, മുഹമ്മദ് അലിം സംസാരിക്കും ഓൻ്റെ ഭാഷയാണ്, ജയിക്കും സംസാരിക്കും ഓൻ്റെ ഭാഷയാണ്. അത് മുസ്ലിങ്ങളുടെ ഭാഷയൊന്നുമില്ല, കുറച്ച് കണ്ടായില്ല. മലബാറിലെ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ശക്തരും സംഘടിതരും ബുദ്ധിജീവികളാണ്. അന്ന് മണ്ഡലത്തിലും കാണിച്ചില്ലേ നമ്മുടെ വീര ഒരു സിനിമയൊക്കെ പിടിച്ചില്ലേ അദ്ദേഹം പറയും ആവശ്യമില്ലാതെ ജീവൻ നശിപ്പിക്കാൻ ആർക്കും സാധിക്കും. ഒരു ജീവൻ നശിപ്പിക്കാനല്ല വേണ്ട, ഒരു ജീവൻ രക്ഷിക്കാനുണ്ട്. ബ്രിട്ടീഷ് മുമ്പിലേക്ക് മറ്റേ പുന്നപ്ര വയലാറിൽ തേക്കിൻ്റെ ഈ പനയുടെ കുറ്റിയിലേക്ക് വന്ന തോക്കിന് വെടിവെച്ച് നടക്കുമോ? അങ്ങനെ കൊന്നില്ലേ? അതുപോലെ പാവപ്പെട്ട മലബാറിലെ മുസ്ലിം സമുദായത്തിൽ മുസ്ലിങ്ങളെ ഇത് കാണിച്ച് ഇതിന് ജീവൻ കൊടുക്കല്ലെന്നോ? അതല്ല ബുദ്ധി. ഗാന്ധി വരുന്ന പോലെ ഗാന്ധിസം ആളുടെ ജീവൻ കളയാൻ നടക്കണം. അതാണത്. അതുപോലെ മണ്ടത്തല്ല ഇന്ന് മലബാർ മുസ്ലിങ്ങൾ. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ മലബാർ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയണം, വ്യക്തമായിട്ട് പറയണം. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നിഷിദ്ധമാക്കി ഫത്വ മുസ്ലിം സമൂഹമുണ്ട് ലോകത്ത്, ഇന്ത്യയിൽ, കേരളം ഉൾപ്പെടെ. ആ മണ്ടത്തല്ല ഇന്ന് മുസ്ലിം കാണിക്കുക. ഇന്ന് മുസ്ലിങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ദീർഘവീക്ഷണത്തോടെ ചിന്തിക്കാനുള്ള കഴിവ് ഞങ്ങളെപ്പോൾ കുറേ ആൾക്കാർ നിരന്തരമായി കഴിഞ്ഞ 60 വർഷത്തെ പ്രവർത്തന ഫലമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇടുത്തിയാട്ടം കുറഞ്ഞ് മറ്റ് തൊട്ടൽ പട്ടൊക്കെ പന്നിയെന്ന് വിളിച്ച ഉടനെ അടിക്കണം എന്നൊക്കെയാണ് ഞൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്നെ പഠിപ്പിച്ചത്. ഞങ്ങൾ വളർന്നപ്പോൾ അത് അർത്ഥമില്ല. പന്നി മനുഷ്യൻ. ഇന്ന് പന്നിന്ന് കളിച്ചാൽ ഒരു കാക്കായും നിർത്തിയാടുമില്ല. കാരണം ഞങ്ങൾ നിരന്തരമായ പ്രചരണം ബോധവൽക്കാണ്. അതിൽ ഞങ്ങൾക്ക് അഭിമാനം കൊള്ളാം. നിങ്ങൾ എടുത്തു ചാടരുത്, നിങ്ങൾ മാതൃകയാകണം. നിങ്ങൾ ലോകത്തിന് മാതൃകയായ മതമാണ് ഇസ്ലാം. മറ്റൊരു കുറച്ച് മോശമായി ചിന്തിക്കുന്ന ഒരു പാവമാണ് പറയുന്നത് തത്വസംഹിത. അയൽവക്ക് പട്ടിണിയെടുക്കുമ്പോൾ വൈകുന്നേരം ആഹാരം കഴിക്കാൻ എൻ്റെ സമുദായത്തിൽ പെട്ടവനെന്നുള്ള ഒരു പോളിസി. അധ്വാനിക്കുന്ന വിയർപ്പ് ഗണങ്ങൾ വറ്റതിന് മുമ്പ് പ്രതിഫലം കൊടുക്കുമെന്ന് പറയുന്ന ആദർശം. ഇതൊക്കെ എന്ത് മോശമോ? ലോക തൊഴിലാളി പരകൾക്കുള്ളല്ലേ? അങ്ങനെയുള്ള ഒരു ആദർശ ഉള്ള ഇസ്ലാം മത വിശ്വാസികൾ മുസ്ലിങ്ങൾ ഇടുത്തിയാടാൻ പാടില്ല. നിങ്ങൾ തീവ്രവാദം കാണിക്കാൻ പാടില്ല, നിങ്ങൾ ഭീകരവാദം കാണിക്കാൻ പാടില്ല. രാജ്യത്തെ സ്നേഹിക്കണം. ഇതൊക്കെ ഞങ്ങൾ നിരന്തരമായ പ്രചരണത്തിലൂടെ ബോധവൽക്കരണത്തിലൂടെ ആ സമൂഹം വിടർന്നു. അവരുടെ അന്ത്യമായ ശക്തമായ ആയുധമായ വോട്ട് വിനിയോഗിക്കാൻ പഠിച്ചു പഠിപ്പിച്ചു. ഞങ്ങൾ അഭിമാനമുണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെടി കൊല്ലാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതെന്തിനു വേണ്ടി? മറ്റ് സമുദായങ്ങൾ എതിർക്കാൻ വേണ്ടിയില്ല. സ്വന്തം വളർച്ച നേടുന്നതോടൊപ്പം ഇതര സമുദായങ്ങളെയും ഇതര സമൂഹങ്ങളെയും നമ്മൾ സ്വന്തം സഹോദരനെ പോലെ കാണണം എന്നുള്ള പരിശീലനം കൊടുത്താണ്. മനസ്സിലായില്ലേ? ആ പഴി എടുത്തിട്ടും ഇല്ല. അങ്ങനെയുള്ള മലബാറിലെ മുസ്ലിം 4 പ്രാവശ്യം ട്രിവാൻഡ്രം സെക്രട്ടറിയേറ്റ് മുമ്പിൽ സമരത്തിന് വന്നതേ 10,000 ആൾക്കാർ. അന്ന് ഈ പറഞ്ഞ ഒരു കുഞ്ഞാക്കയും ഈ ബഷീർ കളിയാക്കി ആ സമുദായത്തെ. അല്ലെങ്കിൽ ഇന്നും ഞങ്ങൾ ചോദിക്കട്ടെ, എന്തോ ബഷീർ നിങ്ങൾ അറബിക് സർവകലാശാലയ്ക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾ പറയണം വായി തുറന്ന്. ഇനിയെങ്കിൽ നിങ്ങൾ സമുദായം വായി തുറന്നില്ലെങ്കിൽ നിങ്ങൾ ഇനിയും പുറത്തു നിർത്തും. ഒരു സംശയമില്ല. BJP വന്നാലും വേണ്ടില്ല. നിങ്ങളിത് മുസ്ലിം സമുദായത്തിന് മാപ്പ് പറഞ്ഞേ തീരൂ. മാപ്പ് പറയിപ്പിക്കുക ഞങ്ങൾ. അത് ലീഗ് വിരോധമോ ഇല്ലെങ്കിൽ കോൺഗ്രസ് വിരോധമല്ല, UDF വിരോധമല്ല. പഠിക്കുന്ന കുട്ടി അധ്യാപകൻ തല്ലും, അതിനകത്ത് സ്നേഹമില്ല എന്നല്ല, സ്നേഹം നന്നാകാൻ വേണ്ടി. അതുപോലെ UDF വെച്ച് ക്ഷീണം അല്ലെങ്കിൽ വീഴ്ച നിങ്ങൾ ഈ സമുദായത്തോട് പറയണം, ഇല്ലെങ്കിൽ പറയിപ്പിക്കും. ഇപ്പോൾ ഒരു വളച്ചിട്ടുള്ളൂ, ഒടിഞ്ഞു പോയത് നമ്മൾ ഒടിക്കാൻ നോക്കി, ഇപ്പോഴും വളഞ്ഞു നിൽക്കുന്നത്. അത് നിങ്ങൾ ഒടിക്കരുത്, ഞങ്ങൾക്കൂടെ ഒടിപ്പിക്കരുത്. UDFനെ തകർത്ത് കളയും. എന്തുകൊണ്ട് ബഷീറും ഈ കുഞ്ഞാക്കയും പറഞ്ഞു നിങ്ങൾ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കാനുള്ളൂ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കാനുള്ളൂ. കുഞ്ഞാക്ക കേന്ദ്രത്തിൽ മന്ത്രിയാകാനാണ് ബഷീർ ശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങൾ പറയണോടോ ഈ സമുദായത്തോട്. CD സതീശൻ പറയണം, രമേശ് ചെന്നിത്തല വേണം, ഉമ്മൻചാണ്ടി മാണിസാർക്ക് പോയില്ലേ? എന്തുകൊണ്ട് ഇസ്ലാമിക് സർവകലാശാല തുടങ്ങാൻ പറ്റിയില്ല? നിങ്ങൾ കാര്യം പറഞ്ഞാൽ മതി. ഞങ്ങൾ പറഞ്ഞ് എന്ത് തെറ്റും ചെയ്യാം, അതൊരു ന്യായീകരണം ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ന്യായീകരണം ഉള്ള കാര്യം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത് ഇന്നുകൊണ്ട് നടത്തിയില്ല, ഞങ്ങളുടെ സമുദായത്തെ ഞങ്ങൾ ശാന്തരാക്കാം.
അവരൊരു കുഴപ്പമുണ്ടാക്കൂല. പക്ഷെ നിങ്ങൾ പറയണം എന്തുകൊണ്ട്. അങ്ങനെ നിന്നപ്പോൾ 2% വോട്ട് മറിച്ച് ചെയ്ത ഫലമായിട്ടാണ് 99 സീറ്റായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അല്ല പിണറായി സഖാവിൻ്റെ കഴിവോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നിട്ടല്ല. പക്ഷെ അവർ സീറ്റ് 2 പ്രാവശ്യം കിട്ടിയപ്പോൾ യു പിയിലും ബീഹാറിലൊക്കെ മുസ്ലിങ്ങളുടെ വോട്ടും പണവും കിട്ടിയപ്പോൾ ലാലു മുലായൊക്കെ വലിയ അഹങ്കരിച്ച പോലെ ഇവിടെ 2 പ്രാവശ്യം തേം കിട്ടിയപ്പോൾ പിണറായിയൊക്കെ അഹങ്കരിച്ചു. ഇനി മുസ്ലിം ഒന്നും വിഷയമല്ല. വൈപ്പിണോക്ക് ധിക്കാരം കാണിച്ച് വെള്ളാപ്പള്ളി മുന്നിൽ നിർത്തിക്കൊണ്ട് ശകന്യെ നിർത്തിയതുപോലെ ഇത്രയും ശക്തമായി വിമർശിക്കാൻ കാരണം അത്രയുണ്ട് വിഷമമുണ്ട്. സഖാവ് ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല. സഖാവ് കുറച്ചുകൂടി ശ്രദ്ധിച്ചു പോകുന്ന ആളായിരുന്നു. ഞാൻ പറഞ്ഞു മാറാട് സംഭവത്തെക്കുറിച്ച്. ആ സഖാവാണ് അന്ധമായിട്ട് BJPക്ക് വേണ്ടി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് 10 വർഷമായിട്ട് രാജ്യം ഭരിക്കുന്നത്, കേരളം ഭരിക്കുന്നത് സഖാവല്ലേ, LDF അല്ലേ. കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 സീറ്റിൽ BJP ജയിച്ചു. പക്ഷെ വോട്ട് അപ്പോഴും LDFന് കിട്ടി. 29 സീറ്റിൽ ജയിച്ച LDF കിട്ടിയാത്ത വോട്ടില്ല BJPക്ക്. എന്താ കാരണം? അവിടെ BJP ജയിച്ച് 10ഓളം വാർഡിൽ വോട്ടിൻ്റെ എണ്ണം 500-600 ഉള്ളൂ. മനസ്സിലാക്കണം സഖാവേ, നിങ്ങൾ മണ്ടായി പോകരുത്. മനസ്സിലാക്കണം സതീശ, നിങ്ങൾ മണ്ടായി കളിക്കരുത്. ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാനും മണ്ടാക്കാൻ പറ്റില്ല സമുദായത്തെ ജനങ്ങളിൽ. 500-600 വോട്ടുള്ള വാർഡിൽ അവിടെയാണ് 10 സീറ്റിൽ ജയിച്ചത് BJP തോറ്റ വാർഡുണ്ട് 10 വാർഡ്. ഇന്ന് എടുത്തു നോക്ക്. അവിടെയൊക്കെ 1700-2000 വോട്ടുകൾ ഒരു വാർഡിൽ. തിരുവനന്തപുരത്ത് എറണാകുളത്തൊക്കെ ഒരു വാർഡിൽ ഒരു ഡിവിഷനിൽ 4000, 5000, 6000 വോട്ടുണ്ട്. അവിടെയൊക്കെ വോട്ട് കൂടുതല. അപ്പോൾ BJP ജയിച്ച 10 വാർഡിൽ വളരെ പകുതി പോലും വോട്ടും BJP തോറ്റ 10 വാർഡിൽ 4 ഇരട്ടി വോട്ടുമാണ്. 1700, 500, 600 പറഞ്ഞാൽ 3000, 3 ഇരട്ടിയാണ്. അതിനൊക്കെ ഭരിക്കുന്ന പിണറായി സഖാവും LDFും സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയാൻ പറ്റുമോ? സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിക്ക് ഇലക്ഷൻ കമ്മീഷനിൽ അല്ലെങ്കിൽ ഇലക്ഷനിലൊക്കെ സ്വാധീനം ഇല്ലേ? അവർ ശ്രദ്ധിച്ചോ? വേണ്ടത് പ്രതിപക്ഷ സതീശൻ ശ്രദ്ധിച്ചോ? രമേശ് ശ്രദ്ധിച്ചോ? ഇല്ല. അപ്പോൾ ഈ സതീശൻ്റെ, രമേശിൻ്റെ, പിണറായിയുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ BJP ആയാലും കുഴപ്പമില്ല എന്നില്ല. BJP താഴെ ഇറക്കാനൊന്നും ശ്രമിക്കുന്നില്ല. അവർ അത്ര ഈസിയൊന്നും അല്ല. ഇപ്പോൾ UDF ജയിച്ചു കയറാന്നുള്ള അത്ര ഈസിയൊന്നുമല്ല. കാരണം ജനങ്ങൾ UDFിൻ്റെ ഭരണത്തിൽ കയറ്റാൻ ആഗ്രഹിച്ച ഫലമായിട്ട് അത് വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ആ വിജയം താൽക്കാലികമാണ്. സ്ഥിരമായിട്ട് വിജയിക്കണമെങ്കിൽ UDFുകാർ കൂടി വിചാരിക്കണം, UDF നേതാക്കൾ വിചാരിക്കണം, BJP വരാതിരിക്കണം, LDF തോൽക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അതില്ലെങ്കിൽ ഇനി മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടും കാര്യമില്ല. മനസ്സിലാക്കില്ലേ? എന്താ നിങ്ങൾ ധരിക്കുന്നത്? ഞാൻ പറയും, ഇന്ത്യയിലെ 20% വരുന്ന മുസ്ലിം, 30 കോടിയോളം വരുന്ന മുസ്ലിങ്ങളിൽ 99% വോട്ടും ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്കാണ്. 10,000 വോട്ടുകൾ മുസ്ലിമിന് BJP കൊടുത്തിട്ടില്ല. പിന്നെ ആ BJP നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾ MP വേണം, MLA വേണം, മന്ത്രി വേണം ഒക്കെ പറഞ്ഞ വല്ല കാര്യമുണ്ടോ? അപ്പോൾ ചോദിക്കും, നിങ്ങൾ നിർത്തിയാലേ ജയിക്കാൻ പറ്റുള്ളൂ. നിർത്തിയാലും ജയിക്കാൻ സാധ്യമില്ല. ഇപ്പോൾ മലപ്പുറത്ത് നിർത്തിയല്ലോ, അല്ലെങ്കിൽ അത് സാധ്യത കുറവാണ്. ഇപ്പോൾ മുസ്ലിം വോട്ട് ചെയ്യില്ല. മുസ്ലിം കൂടുതൽ മേഖലകളിൽ നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതേ സ്ഥാനത്ത് BJPയുടെ സപ്പോർട്ട് ഭരിക്കുന്ന നിതീഷ് കുമാറിൻ്റെ ആ മുഖം മറച്ച് വന്ന സ്ത്രീക്ക്, ഒരു മുസ്ലിം സ്ത്രീക്ക്, ഡോക്ടറാണത്, അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്ന സമയത്ത് മുഖം ഇങ്ങനെ വലിച്ച് കീറല്ല, വലിച്ച് താഴത്താണ് നമ്മൾ കാണുന്നത്. അതിൽ 2 പോയിന്റ് ഉണ്ട്. ഒന്ന്, മുസ്ലിം സമുദായത്തിന് പർദ്ദ നമുക്ക് കുഴപ്പമില്ല. പർദ്ദക്ക് മുകളിൽ, പർദ്ദയുടെ കൂടെ തന്നെ ഈ മുഖം മറക്കുന്ന ആ സംസ്കാരം യോജിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ വിശ്വാസം പറഞ്ഞാലും ആ സംസ്കാരത്തെ നമുക്ക് മുസ്ലിം നിലയിൽ നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു പോയിന്റ്. മറ്റു പോയിന്റ്, എന്ന് വിചാരിച്ച് രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി പരസ്യമായിട്ട് ആ സ്ത്രീയെ ആക്ഷേപിക്കാനും പാടില്ലായിരുന്നു. 2 ഒരുപോലെ തെറ്റാണ്. ഒരിക്കലും 2 ഒരു തെറ്റ് മാത്രം പറ്റില്ല. മുഖ്യമന്ത്രി അങ്ങ് ചെയ്തത് 100% തെറ്റാണ്. അതുപോലെ തന്നെയാണ് ഈ മുഖം മറക്കൽ, പർദ്ദയുടെ ഒപ്പം എന്നുള്ള മുഖം മറക്കൽ. അത് വേണ്ട, കൾച്ചർ വേണ്ട. നമ്മൾ ഇസ്ലാം മതം അത്ര മോശമായ മതമൊന്നുമല്ല. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുത്തുകയോ ചെയ്യുന്നൊരു മതമാണ് ഇസ്ലാം. അതിന് മുസ്ലിങ്ങൾ ഉത്തരവാദിയാണ്. അതായത് ഭരണാക്ഷ പറഞ്ഞു, ഐ ലൈക്ക് ഇസ്ലാം ബട്ട് ഐ ഹേറ്റ് മുസ്ലിം. ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നു, മുസ്ലിങ്ങൾ വെറുക്കുന്നു. അത് കാരണം മുസ്ലിങ്ങൾ തന്നെയാണ്. കാരണം 4 അടിക്ക് വേണ്ടി കള്ളസത്യം പറയുന്ന മുസ്ലിങ്ങളുണ്ട്. ലോകത്തോട്ട്, കേരളത്തിലോട്ട്, ഇന്ത്യയിലോട്ട്, കേരളത്തിലുണ്ട്.
അതാണ് മാതൃക കാണിക്കണം. നമ്മളാണ് മാതൃക കാണിക്കണം. അങ്ങനെ മാതൃക കാണിക്കാതെ ചക്കരക്കും കളിനും ചെത്തി സമുദായത്തെ മോശമാക്കുന്ന ഒരു പറ്റം തീവ്രവാദികൾ, ഒരു പറ്റം ഭീകരവാദികൾ, ഒരു പറ്റം വർഗീയവാദികൾ. ഞങ്ങൾ ന്യൂനപക്ഷങ്ങൾ വർഗീയവാദി ആകാൻ പാടില്ല, ഭീകരവാദി ആകാൻ പാടില്ല, തീവ്രവാദി ആകാൻ പാടില്ല. അവർക്ക് സമാധാനം ക്ഷമയാണ് ആട്ടിൻ സൂപ്പിന് ഫലം ചെയ്യും ന്യൂനപക്ഷങ്ങൾ. പക്ഷേ ഭൂരിപക്ഷം ഇതൊക്കെ ആകാം, അവർ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് ഭൂരിപക്ഷം കാണിക്കാണ്ട് ന്യൂനപക്ഷമാണ്. ന്യൂനം എപ്പോഴും ശ്രദ്ധിച്ച് സമാധാനം. അങ്ങനെ ഒരു പറ്റും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിലെ തീവ്രവാദികൾ മറ്റുള്ളവരിൽ നിന്ന് ആനുകൂല്യം പറ്റിയപ്പോൾ അല്ലെങ്കിൽ പ്രൊഫസർ ജോസഫ് സാറിൻ്റെ കൈവെട്ടി. എന്ത് ന്യായമാണ്? മുഹമ്മദ് എന്ന് വാക്ക് ഉപയോഗിച്ചിട്ട് പേരിൽ ജോസഫ് സാറിൻ്റെ കൈവെട്ടാൻ എന്തൊരു ന്യായം? എവിടെ ഇസ്ലാം മതമുണ്ടോ? ഇനി അഥവാ കൈവെട്ടി, ആ കൈവെട്ടി 4-5 പേര് ധൈര്യമായിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അടുത്ത സ്റ്റേഷനിൽ കീഴടക്കിയെങ്കിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ കൈയും കാലം തല്ലി ഒടിച്ച് ലോക്കപ്പിലിടുമോ? 5000-6000 പേരാണ് അതിൻ്റെ പേരിൽ മുസ്ലിം ചെറുപ്പക്കാരെ ഒളിയിൽ പോയതിൻ്റെ പേരിൽ കൈയും കാലം ഒടിച്ച് ജയിലിൽ ലോക്കപ്പിൽ കിട്ടുക. എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ സഖാക്കൾ കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിച്ചു. അവർ പോലീസുകാർ അറുത്ത് കൊന്നു. പക്ഷേ എന്നിട്ട് അവരെന്തേത് അന്നത്തെ ഹെഡ് ഓഫീസ് ആലുവ പോലീസ് ഓടിച്ചെന്ന് ആജാകായിരുന്നു. അത് മാതൃക കാണിക്കണം. ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്യാം, നിയമം നിങ്ങളെ വഴി നോക്കട്ടെ, ഓക്കെ. അതുപോലെ കൈ വെട്ടിയെങ്കിൽ മണ്ടന്മാരെ ഈ വല്ല മുസ്ലിം വിരോധികളിൽ നിന്ന് കാശ് വാങ്ങിച്ച ചെകുത്താങ്കൾ ഞങ്ങൾ പറയുന്നത്. ചെകുത്താങ്കൾ നിങ്ങളെ സമുദായം ചീത്തയാക്കലായിരുന്നോ? ഇതിപ്പോൾ കുഞ്ഞാക്കായോ അല്ലെങ്കിൽ മറ്റോ അറിയണ്ടോ അതിൻ്റെ പുറകിൽ കളി? ഇവിടെ ഈ സംഘപരിവാറിന് വളരാണ്ട് അവസ്ഥയിൽ അവർ കൊടുക്കി കൊടുത്ത് അതിലൊരു പണം വാങ്ങിയില്ലേ? തെണ്ടി നടന്ന ആൾക്കാർ എത്ര സ്വർണ്ണക്കടക്ക് ഉടമയായി? എവിടെ നിന്ന് പണം കിട്ടി? ആര് തന്നു? അപ്പം നക്കപ്പിച്ച ആനുകൂല്യം പറ്റി സമുദായത്തെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന അവരാണ് വാസ്തവ രാജ്യദ്രോഹികൾ. രാജ്യദ്രോഹത്തേക്കാൾ ഉപരി അവർ സമുദായ ദ്രോഹികളാണ്. അത് നമുക്ക് വേണ്ട. ഞാൻ മുസ്ലിമിനെ വേണ്ടി വാദിക്കുന്നുണ്ട്. പക്ഷെ ആ വാദിക്കുമ്പോൾ നമ്മളൊരു കാര്യം പറയണം. നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ഹൃദയം നമുക്ക് വേണ്ടി പണിയെടുക്കും പോലെ നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന തീവ്രവാദം പാടില്ല, ഭീകരവാദം പാടില്ല, വർഗീയത പാടില്ല. എല്ലാവരും സ്നേഹിക്കുന്ന മനസ്സിൻ്റെ ഉടമയായ ഒരു മാവിൻ്റെ കൊമ്പയിൽ മാങ്ങ കൂടുതലുണ്ടായാൽ ആ കൊമ്പ് താഴുകയാണ്, അല്ല ഉയരല്ല. അതുപോലെ നമുക്ക് സംസ്കാരവും അറിവും പണവും വർദ്ധിക്കുന്ന വെച്ചാൽ നമ്മൾ കൂടുതൽ വിനയാന്വിതരായിരിക്കണം. അങ്ങനെ മാതൃക കാണിച്ചിട്ട് വേണം മറ്റ് സമുദായങ്ങൾ കൂടി കയ്യിലെടുത്തോണ്ട് നമുക്ക് ആനുകൂല്യം പറ്റാൻ. ഇതത് ചെയ്യുന്നില്ല. സ്വാർത്ഥ താല്പര്യം. ഒരു പാവപ്പെട്ട RSകാരനെ വെട്ടിക്കൊന്ന് തല്ലിക്കൊന്ന്, അല്ലെങ്കിൽ ഒരു മുസ്ലിം തീവ്രവാദി വെട്ടിക്കൊന്ന് ആരെന്ത് നേടുന്നു? പാവം കുടുംബം നഷ്ടപ്പെട്ടു. പറഞ്ഞില്ലേ 2 പേര് അവിടെ പരലോകത്തിൽ എപ്പോഴേ ചോദിച്ചു, നീ എന്താടാ എന്നെ കൊന്നതെന്ന്? എനിക്കറിയില്ല, എന്നോട് ഉപദേശിച്ചു. മറ്റൊരു അതും എനിക്കറിയില്ല, അവർക്കറിയില്ല കൊന്ന എന്തിനാന്നും. പക്ഷെ മറ്റുള്ള ഉപദേശിച്ച് കേട്ട് അവർ കരുവാക്കാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി കരുവാക്കും പോലെ വെള്ളാപ്പള്ളി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ സമുദായത്തിൽ വല്ല ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഗുണമില്ലെന്ന് മാത്രമല്ല, സമൂഹത്തിന് മുമ്പിൽ കൊച്ചാകല്ലേ വെള്ളാപ്പള്ളി സമുദായവും. അതുപോലെയാണ് വർഗീയവാദികൾക്ക് കൂട്ടുന്നത്. ചില ന്യൂനപക്ഷങ്ങൾ കുറച്ചും ഭൂരിപക്ഷം കുറച്ചുകൂടി മാമിൽ കൊന്ന്. അത് പാടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇത്രയും സൗകര്യം ചെയ്ത് അത് മത തീവ്രവാദ അല്ലെങ്കിൽ നിതീഷ് കുമാർ ആ ചെയ്ത് 100% തെറ്റാണ്. അതുപോലെ തന്നെ മറ്റൊരു തെറ്റാണ് ഈ മുഖം മറിച്ച് രംഗത്ത് വരിക എന്നുള്ളത്. മുഖം എപ്പോഴും തുറന്നിരിക്കണം, ആരെന്നറിയണം. അസുഖം ചികിത്സ ഡോക്ടർക്ക് മുഖം അറിയണ്ടേ? അല്ലെങ്കിൽ ഏതാ ഡോക്ടർ അറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ അതൊന്നും അങ്ങനെ വേണ്ട. പക്ഷേ ഇത് ഇങ്ങനെ അതുകൊണ്ട് അത് തെറ്റാണെന്ന് നിങ്ങൾ പറയാണ്, രണ്ടും ഒരുപോലെ തെറ്റാണെന്ന് പറയാണ്. അതുപോലെ അപ്പോൾ അതിന് പകരം എന്താ ഒരു സംഭവം ഉണ്ടായി, നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല. ജാർഖണ്ഡ് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഈ സ്ത്രീക്ക് 3 ലക്ഷം രൂപ വാടകയ്ക്ക് ശമ്പളത്തിന് ജാർഖണ്ഡിൽ ഡോക്ടറെ നിയമിച്ചു, അപ്പോയിൻമെൻറ്റ് വോട്ട് കൊടുത്ത്. അതൊക്കെ കോൺഗ്രസ് ഗവൺമെൻറ് കാണിക്കുന്ന ഒരു മാതൃകയാണ്. അങ്ങനെ കോൺഗ്രസും കോൺഗ്രസ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടി ഇവിടുന്ന് മാറ്റിക്കാതെ മുന്നണി കേരളത്തിൽ വേറെയാണല്ലോ പാർട്ടിയും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് 20% വോട്ട് എൻ ബ്ലോക്കായിട്ട് കിട്ടുന്നു. ഇവിടെ ഭരിക്കണമെങ്കിൽ 30-32% വോട്ട് മതി. ഇപ്പോൾ BJP ഭരിക്കുന്നത് 30% 32% ഉള്ളൂ. അതും എങ്ങനെയൊക്കെ ചെയ്തെടുത്താൽ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ 20% എൻ ബ്ലോക്കായിട്ട് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ബാക്കി നിങ്ങൾക്ക് എത്ര വോട്ട് വേണം? 10-12% വോട്ട് വരെ. ആ 12% വോട്ട് ഭൂരിപക്ഷ സമുദായത്തിൽ കിട്ടില്ലേ? അവർക്ക് ഭരണം അധികാരം വരുമ്പോൾ. പിന്നെ നിങ്ങൾ എന്താണ് ഈ മൃദു ഹിന്ദുത്വം എടുക്കുന്നത്? മൃദു ഹിന്ദുത്വം എടുത്ത് പോകില്ല എന്ന് പറഞ്ഞില്ലേ? കോൺഗ്രസ്സുകാരോടും രാഹുലിനോടും പറഞ്ഞു നിങ്ങൾ മൃദു ഹിന്ദുത്വം എടുക്കില്ലേ? അത് യഥാർത്ഥത്തിൽ ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ട് ആർക്കും വേണോ? ഉപ്പ് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തോട് BJPയിൽ സംഘപരിവാരമുണ്ട്. അവർ വർഗീയതമാണ് പറയുന്നത്. അതേസമയത്ത്
കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയൊക്കെയായിരുന്നു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങി അവർ ശരിക്കും ഫലം അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ പിണറായി സഖാവിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും ഒരു പക്ഷേ ഈ നിലക്ക് പോയാൽ പിണറായി സഖാവ്. നരസിംഹറാവുവിൻ്റെ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കുമെന്ന് പണ്ട് ആരോ പറഞ്ഞു. അതിനുശേഷമുള്ള മൻമോഹൻ സിംഗ് വന്നതൊക്കെ. അപ്പോൾ ഇവിടെ അതല്ല, പിണറായി സഖാവ് ഒരുപക്ഷെ CPM-ൻ്റെ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആകും ഈ നിലക്ക് പോവുകയാണെങ്കിൽ. അവർ തെറ്റ് തയ്യാറാകുന്നുണ്ട്. ഈ പിണറായിക്കെതിരെ ശക്തമായ ഒരു വിഭാഗം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് നിങ്ങളെ മൃദുഹിതത്വം മാറ്റിവെച്ചിട്ട്, നിങ്ങൾ ആ അഭ്യാസമൊക്കെ മാറ്റിവെച്ചിട്ട്, ഇപ്പോൾ ജാർഖണ്ഡിൽ ആ കുട്ടി ജോലിക്ക് കൊടുത്തോലെ അതുപോലെ നിങ്ങൾ ചെയ്യുക. 20% നിങ്ങൾ കൂട്ടും. 30 കോടിയുടെ വോട്ട് കിട്ടും. പിന്നെ നിസ്സാര വോട്ട് കിട്ടും, നിങ്ങൾക്ക് ഭരിക്കാം. ഇതൊക്കെയാണ് സത്യം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നതും അവർക്ക് മനസ്സിലായി, തെറ്റിദ്ധം മനസ്സിലായി. പക്ഷെ ഇന്നും മനസ്സിലാക്കുന്ന 2 വർഗങ്ങളുണ്ട്. ഒന്ന് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് എന്താണ് ഞങ്ങൾ ചെയ്യുന്ന ആ അപകടമെന്ന് ഇതേവരെ മനസ്സിലായിട്ടില്ല. ഒരു മുസ്ലിം ലീഗിനും മനസ്സിലായിട്ടില്ല, ലീഗുകാരും മനസ്സിലായിട്ടില്ല. ഞാൻ പറയുന്നത് എനിക്കെൻ്റെ വൈരാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ, എനിക്കെന്ത് ദേഷ്യം മുസ്ലിം ലീഗിനോട്. ഞാൻ നിങ്ങൾ മുമ്പിൽ ഒരിക്കലും നേരിട്ട് പിന്നെ മദ്രി സാഹിബ് പറഞ്ഞാൽ ലക്ഷ്മി ലീഗൊന്നും ഞാൻ ഒരിക്കുമ്പോഴല്ല. കുഞ്ഞാക്കാന്ന് ഒരിക്കലും പേഴ്സായിട്ട് കുറ്റപ്പെടുത്തിയില്ല. കുറ്റപ്പെടുത്തുക കുഞ്ഞാക്കാന്ന് മാത്രമല്ല, ഒരാൾ പോലും രാഷ്ട്രീയ ഇതിൻ്റെ പേരിൽ നമ്മൾ വ്യക്തിമായിട്ട് ആക്ഷേപിക്കില്ല, ഒരിക്കലും പറയില്ല. ഒന്ന് ശ്രദ്ധിച്ച എൻ്റെ പ്രസംഗങ്ങൾ ആക്ഷേപിക്കില്ല. അതേപോലെ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സീനിയർ രാഷ്ട്രീയ നേതാവാണ് പ്രൊഫസർ രാമകർത്ത. അവരും കോളേജ് പ്രൊഫസറായിരുന്നു. അദ്ദേഹം ജനതാദളിൽ സോഷ്യലിസ്റ്റ്വാദി, പിന്നെ CPM-ൽ വന്ന് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലം BJP പോകാതെ തിരിച്ചു വന്ന് ഇപ്പോൾ 2 വർഷമായിട്ട് നിൽക്കാണ്. ഇപ്പോൾ 97-98 വയസ്സുണ്ട്. ഇന്ന് ഞങ്ങൾ രാവിലെ കാണാൻ ചെന്നു. എന്താ കാരണം, ഈ മാസം 31-ാം തീയതി പെരുമ്പാവൂർ വെച്ച്, പെരുമ്പാവൂർ 2 പ്രാവശ്യം മത്സരിച്ചാണ്, 3 പ്രാവശ്യം മത്സരിച്ച്, പിന്നെ 2 പ്രാവശ്യം വേറെ മത്സരിച്ച് ഗുരുവായൂർ ട്രസ്റ്റിൻ്റെ ചെയർമാനൊക്കെ ആയിട്ടിരുന്ന ആളാണ്. ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് കാണാൻ ആയിരങ്ങൾ കൊതിക്കുന്നു പെരുമ്പാവൂർ ഭാഗത്ത്. ആ 1000 ഇദ്ദേഹത്തെ ഞങ്ങളിന്ന് 4 പേരെ കാണാം. 4 പേര് ചെന്നപ്പോഴത്തേക്കും അവർക്ക് തിരക്കായി. അപ്പോൾ ഈ 1000 പേര് കാണാൻ വന്നാൽ അത് ബുദ്ധിമുട്ടല്ലേ, ഒരു വീടല്ലേ. അതേസമയത്ത് അദ്ദേഹം എല്ലാ വീട്ടിലുമല്ല, അത് പെരുമ്പാവൂർ പോലെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാൽ ആംബുലൻസ് വരാൻ പറ്റുള്ളൂ, അല്ലാതെ ആരോഗ്യം മോശമാണ്. വന്നാൽ എല്ലാവർക്കും ഒരു നോക്ക് കണ്ട് ഒരു അനുമോദന ആശംസകൾക്ക് പോകാം, അത് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് രാഷ്ട്രീയ ആചാര്യം കൂടിയാണ് കർത്ത സാർ. അതുപോലെ ഇത്രയും ആനുകൂല്യം കിട്ടിയിട്ടും കുഞ്ഞാക്കാക്കും പിന്നെ ആർക്കും ലീഗിനും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് മുസ്ലിം പേര് രാഷ്ട്രീയ പാർട്ടി പാടില്ല എന്ന് പറയുന്നത്. ഇതേവരെ മനസ്സിലായിട്ടില്ല കോൺഗ്രസ് ഈ ലീഗുകാർക്ക്. അത് മനസ്സിലായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരോട് ഉപദേശിക്കുന്നില്ല. അത് എങ്ങനെയെങ്കിലും കേരളം ഭരണം കൂട്ടാവുള്ളൂ. കോൺഗ്രസ് ഉദ്ദേശം കേരളത്തിൽ ഭരണം പിടിക്കുള്ളൂ, അല്ലാതെ ദേശീയ ലെവലിൽ BJP താഴെ ഇറക്കാന്ന് ഒരു കോൺഗ്രസ്സുകാരൻ ആഗ്രഹമില്ല. കേരളത്തിൽ ഒറ്റ കോൺഗ്രസ്സുകാരനുമില്ല. ഒത്താൽ ഇവിടെ നമുക്ക് മുഖ്യമന്ത്രി ആവണം. രമേശോ അല്ലെങ്കിൽ വികസി വീണവല്ലൊക്കെ ഒത്താൽ ഇവിടെ മുഖ്യമന്ത്രി ആവണം, അല്ലെങ്കിൽ BJP വന്നോട്ടെ എന്നുള്ള ഉള്ളാലെ പറഞ്ഞത്. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. ഇത് മനുഷ്യ മനസ്സ് പന്താടുന്ന വ്യക്തികളുടെ ഗ്രൂപ്പാണിത്. പാവം മൊയ്തീൻ ഷാ ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ കൂടെ വിദ്യാർത്ഥികൾ മനഃശാസ്ത്രജ്ഞന്മാരുണ്ട്. അതുകൊണ്ട് ഈ പിണറായി രമേശ് എടുത്താലും കേശവൻ എടുത്താലും കേരളത്തിൽ BJP മാറ്റണമെന്ന് ഒരു ആഗ്രഹമില്ല. അവർക്ക് മുഖ്യമന്ത്രി ആകാൻ വേണ്ടി UDF ഭരണത്തിൽ വേണം, ഇല്ലെങ്കിൽ BJP വന്നോട്ടെ എന്നുള്ളതാണ്. കേന്ദ്രത്തിൽ പിന്നെ BJP താഴെ ഇറക്കാൻ പണിയില്ല. ആലോചിച്ച് നോക്ക്. നമ്മുടെ ഡെപ്യൂട്ടി ഉപരാഷ്ട്രപതി അദ്ദേഹം സ്പീക്കർ രാജിവെച്ചിട്ട് ഭാഷണം കാണാതിരുന്നു. അവസാനം RS ഇടപെട്ട അദ്ദേഹത്തെ പുറത്തോട്ട് ഇപ്പോൾ രോഗിയായിട്ട് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇന്ന് സുബ്രഹ്മണ്യ സ്വാമി കാണാനില്ലെന്ന് പറഞ്ഞു. അതിന് പോയിട്ട് മറ്റ് ഗവർണർക്ക് എന്തോരം ബുദ്ധിമുട്ടിച്ചു കാര്യം പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊന്നെ ചിന്തിക്കുക രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കേസി വേണമല്ലോ ചിന്തയില്ല. അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ കാണാതായിട്ട് മണിക്കൂർ എത്രയും ഈ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കേസി വേണു പോലെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കല്ലേ ഒരു പ്രസ്താവന കൊടുത്തോ? സ്പീക്കറെ കാണാതായി മാസങ്ങളോളം. നിങ്ങൾ എന്ത് ചെയ്തു? ഇലക്ഷന് വോട്ടിൽ മോശം നടന്നു, നിങ്ങൾ എന്ത് ചെയ്തു? ഒരു പ്രസ്താവന കൊണ്ടെടുക്കും. അല്ലെങ്കിൽ ന്യൂഡൽഹിയിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജസ്റ്റിസ് സമരം ചെയ്തില്ലേ, 90 വയസ്സുള്ള ആൾ. അദ്ദേഹത്തിന് മന്ത്രിയാകാൻ വേണ്ടിയാണോ? അല്ല, രാജ്യത്തെ മനോര എന്തെന്ന് തിരിഞ്ഞു നോക്കിയോ രാഹുൽ ഗാന്ധി? നിർണായകങ്ങൾക്ക് പ്രതിപക്ഷ നേതാവ് വിദേശ യാത്രയ്ക്ക് പോകണം എന്ന് പരാതി കൊണ്ട് അങ്ങനെ ഫുൾ ടൈം വർക്ക് ചെയ്ത് പ്രതിപക്ഷ നേതാവ് വേണമെന്ന്. ഇതെല്ലാം പറയുമ്പോൾ രാഹുൽ ഗാന്ധിയോട് എതിർപ്പോട്ടല്ല, വളരെ ഉത്തരവാദിത്തമുള്ള പോസ്റ്റാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ.
അതുകൊണ്ട് രാഷ്ട്രീയം വളരെ മോശമായി പോവാണ്. ഒരഭിപ്രായം പറയാത്ത ഘട്ടമായി. അഭിപ്രായം പറഞ്ഞാൽ തല കാണാത്ത കാലമാണ്. ആ കാലത്ത് പ്രതിപക്ഷ നേതാവിന് വളരെ ഉത്തരവാദിത്തമുണ്ട്. അത് രാഹുൽ ഗാന്ധി പുള്ളാളിയും വിദേശയാത്രയും അല്ല, ആത്മാർത്ഥമായിട്ട് 100% പ്രവർത്തിക്കുന്ന എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ്, ഒരു ശക്തിയാണ് പ്രതിപക്ഷ നേതാവ്. ആ നേതാവിന് രാഹുൽ പോരാ. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. രാഹുൽ മോശമെന്നല്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ 20% വോട്ട് കിട്ടിയിട്ട് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി എന്ത് ചെയ്യേണ്ട ഒരു സമുദായത്തിന് വേണ്ടി? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടി അടി കിട്ടിയപ്പോഴാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ ഒരു സീറ്റ് കൊടുത്തില്ല. 3 ലക്ഷം രൂപ കോൺഗ്രസ് ഭരിക്കുന്നതാണ് ജാർഖണ്ഡ്. ചിലപ്പോൾ അതിപ്പോൾ വേണ്ടി താഴെ പോകുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മൃദു ഹിന്ദുത്വം മാറ്റിവെച്ച് ഇനിയെങ്കിലും തറമായിട്ട് സോഷ്യലിസ്റ്റ് ജനാധിപത്യം മതേതത്വം നിന്നുകൊണ്ട് ആ 20% വരുന്ന മുസ്ലിം സമുദായത്തെ കയ്യിലെടുത്തുകൊണ്ട് ബാക്കി ഒരു 10-12-11% കൂടി കയ്യിലെടുത്താൽ പോരെ? നിങ്ങൾ വിചാരിച്ച് കിട്ടൂലേ? ഭരിക്കാമല്ലോ, അല്ലെങ്കിൽ താഴെ ഇറക്കാമല്ലോ. അതൊക്കെ ആത്മാർത്ഥത്തോടും സത്യസന്ധത്തോടും കാര്യശേഷിയോടും. ഒരു വ്യക്തിക്ക് ഒരു പ്രസ്ഥാനത്ത് വളരെ 3 പോയിന്റ് മസ്റ്റാണ്. 1 ആത്മാർത്ഥത, വെള്ളം ചേർത്ത്, സത്യസന്ധത, കാര്യശേഷി. ക്ലവർനെസ് ഒക്കെ പറയില്ലേ, കാര്യശേഷി ഉണ്ടാവണം, സത്യസന്ധനായിരിക്കണം, പിന്നെ ആത്മാർത്ഥത, അതിലാണ് കാര്യം. കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധത എന്നൊക്കെ പറയില്ല, അതൊക്കെ ആത്മാർത്ഥതയുടെ പ്രതിബദ്ധത ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ പൊടിക്കുന്ന സുരേഷ് ഇന്നും ആരും വിമർശിച്ച്, കൊടിക്കുന്ന സുരേഷ് എന്ത് ആത്മാർത്ഥ, എന്ത് സത്യം, എന്ത് കാര്യശേഷി. 8 പ്രാവശ്യമായിട്ട് രാജ്യസഭയിൽ ലോക്സഭയിലേക്ക് കേട്ട്, അല്ല പാർലമെൻറ്റിലേക്ക് കേട്ട് MP ആനുകൂല്യം പറ്റുന്നല്ലേ? എന്ത് സമുദായത്തിന് വേണ്ടി ചെയ്ത്, എന്ത് പിന്നെ പാർട്ടിക്ക് വേണ്ടി ചെയ്ത്, എന്ത് രാജ്യത്തിന് വേണ്ടി ചെയ്ത്. ഇപ്പോഴും കേരളത്തിൽ എന്താണ് മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹം എല്ലാ മക്കൾക്കും. അതിന് ഡാഷ് മക്കളെ പറയും ഏതായാലും മുഖ്യമന്ത്രി ആകണം. ഇവിടെ 4 കോടിയോളം ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അതിന് നിങ്ങൾ എന്ത് സമാധാനം ചെയ്യുന്നു? 10, 30, 20, 40, 50 വർഷമൊക്കെ നിങ്ങൾ MP ഒക്കെ ചെയ്യുന്നില്ലേ? സുരേഷ് പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തുകൊണ്ട് ആ സമുദായത്തിന് വേണ്ടി? ആ സമുദായത്തിന് വേണ്ടി ഒരാൾ വളർത്തി കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾ കൊടുത്തത്? നിങ്ങൾ അച്ഛന്മാർക്ക് വേണ്ടി വാദിക്കുന്നത്. ഇപ്പോഴുമാണ് എനിക്ക് മുഖ്യമന്ത്രി, ഞാൻ ദളിതനല്ലേ എനിക്ക് മുഖ്യമന്ത്രി ആവുന്നത്. പള്ളിയിലെ അച്ഛന്മാരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എന്ത് ദളിതൻ? എവിടുത്തെ ദളിതൻ? ദളിതൻ നിങ്ങൾ ഒരാളെ ദളിത് വളർത്തി കൊണ്ടുവന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സത്യം മനസ്സിലായി, ഈ സമുദായത്തെ ഒഴിവാക്കിയാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. അതുപോലെ കോൺഗ്രസ് മനസ്സിലായിട്ട് അവർ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് മനസ്സിലാക്കിയതിലൊക്കെ അവർ തിരുത്താൻ ശ്രമിക്കട്ടെ. കോൺഗ്രസ് പാർട്ടി മനസ്സിലായതിൽ പ്രവർത്തിക്കട്ടെ. ഒന്ന് തിരുത്താൻ ശ്രമിക്കട്ടെ, ഒന്ന് പ്രവർത്തിച്ച് കാണിക്കട്ടെ. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്കം നിർത്താൻ നിൽക്കൂരായി. നന്ദി. ജയ് ഹിന്ദ്.